ചൈന നമുക്കറിയാം ഇപ്പോൾ ഈ എണ്ണ വാങ്ങുന്നത് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പ്രധാനമായും ചൈനയും റഷ്യയും ഇന്ത്യയുമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കാണ് ഈ പ്രതിസന്ധി വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ആ രാജ്യങ്ങളുടെ സമ്മർദ്ദം ഇറാനുമേൽ ഉണ്ടാവുകയും ചെയ്യും ഈ കരാറിലേക്ക് എത്താൻ എന്നുള്ള ലക്ഷ്യം കൂടി ട്രംപിനുണ്ട് എന്ന് വേണം കരുതാൻ. കാർത്തിക്, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഭൂരിഭാഗം എണ്ണച്ചരക്ക് കപ്പലുകളും പോകുന്നത് ചൈന, ഇന്ത്യ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കാണ്. ഈ രാജ്യങ്ങളാണ് ഇറാന്റെ ഓയിലിനെ ഏറെ ആശ്രയിക്കുന്നതും. ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയത് പ്രത്യക്ഷത്തിൽ ഇറാനും US-ഉമാണ് നേർക്കുനേർ പോരാടുന്നത് എങ്കിൽ കൂടിയും അമേരിക്ക പരോക്ഷമായെങ്കിലും ലക്ഷ്യം വെക്കുന്നത് ചൈനയെ കൂടിയാണ്. ചൈനയെ വലിയ തോതിൽ ഇത് ബാധിക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനെ കാണാൻ. അതായത് മറ്റ് രാജ്യങ്ങൾ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അങ്ങനെ ഒരു പാളിയ നയതന്ത്ര ചർച്ചകളിൽ ഹോർമൂസിന്റെ കാര്യത്തിലടക്കം ഇറാനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതമാക്കുക. ഇതാണ് അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്ന നീക്കം. പക്ഷേ അത് എത്രത്തോളം ഫലം കാണും എന്ന് കണ്ടറിയണം. കാരണം ഇപ്പോൾ പുറത്തുവരുന്ന ഇറാന്റെ രാഷ്ട്രത്തലവന്മാരുടെ പ്രതികരണങ്ങൾ ട്രംപിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ട്രംപ് ഈ വിഷയത്തിൽ ഉപരോധവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ട്രംപിന്റെ വാക്കുകളിലേക്ക്. Very good things are happening with regard to the Strait, Hormuz, and a lot of good things are happening for our country. It's been very strong. I would say it's holding well. Their military is destroyed. 10 o'clock tomorrow, we have a blockade going into effect. That'll be 10 o'clock tomorrow. Other nations are working so that Iran will not be able to sell oil. What we notice and what we see and what I think is maybe my idea, maybe not, I don't know. But there are many boats heading toward our country to fill up with oil and then go and take it. So they're not going to go through the Hormuz Strait. And ultimately that'll be correct. They are in very good shape and we're very proud of them, the two pilots. Yeah. പക്ഷേ ട്രംപിന്റെ ഈ ഭീഷണിക്ക് ഇറാൻ പുല്ലുവില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ കടലിടുക്കിലെ മരണച്ചുഴി നിങ്ങളെ കാത്തിരിക്കുന്നുവെന്നാണ് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നത് എന്നുള്ളതാണ്. അതായത് പശ്ചിമേഷ്യയിൽ വലിയ തോതിലുള്ള സാഹചര്യം ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക സൃഷ്ടിക്കാൻ പോകുമ്പോഴും തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഹോർമുസ് എന്നാണ് ഇപ്പോൾ